അയ്യോ എനിക്ക് ചിരി വന്നിട്ട് വയ്യ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ചിരിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പൊ ഒരു ഏഷ്യാനെറ്റിൽ നടക്കുന്ന ഒരു ഷോ ഉണ്ടല്ലോ, ബിഗ് ബോസ് സീസൺ 6. അതിന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് എനിക്ക് ചിരി വരുന്നത്. ചിരിക്കാൻ മേല പൊന്നു, അത്രത്തോളം കോമഡി ആയിട്ടുണ്ട് ഈ ഷോ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റില്. ഇത്തരം പടുമരവാഴകളെയാണല്ലോ ഈ ബിഗ് ബോസിലൊക്കെ കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ബിഗ് ബോസിനോടുള്ള ആ മതിപ്പ് തന്നെ നമുക്കിവിടെ ഇല്ലാണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഷോ സ്ഥിരമായിട്ട് കാണുന്ന ആളൊന്നല്ല. അപ്പൊ ഈ സീസൺ 6 ചെറിയ ചെറിയ ക്ലിപ്പുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇടയ്ക്കിടയ്ക്ക് കാണാനിടയായി. അപ്പൊ അതിൽ നിന്നുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു 5 ഷോ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 ഷോയിലും വന്നിട്ടുള്ളത് ഇത്തരം പടുമരവാഴകളാണല്ലോ എന്ന് ഓർക്കുമ്പോ തന്നെയാണ് നമുക്ക് ചിരി വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവര് ബിഗ് ബോസ് കൊണ്ട് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നാട്ടിലുള്ള മരവാഴകളും മുഴുവൻ ബിഗ് ബോസിലുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അസിറോക്കിയുടെ കാര്യമാണ്. അപ്പൊ അസിറോക്കി സിജോയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. സിജോയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ആയിട്ട് ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ അസിറോക്കി തന്റെ ആ ഒരു നില മറന്നിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. കാരണം താൻ ഒരു ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് ഇവരൊക്കെ അവിടെ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ലേഡി. അപ്പൊ ജാസ്മിൻ ജാഫറും റോക്കിയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലത്തെ പയ്യന്മാരെന്നാണ് അവിടുത്തെ ധാരണ. പക്ഷെ ഇവരൊക്കെ മുൻവിധിയോടുകൂടിയാണ് കളിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുമ്പ് ഒരാൾ ഔട്ടായി പോയായിരുന്നു. രതീഷ് എന്ന് പറയുന്ന ഒരു കലാകാരൻ ഔട്ടായി പോയായിരുന്നു. അപ്പൊ ആള് മുൻവിധിയോടുകൂടി കളിക്കാൻ വന്ന് അങ്ങനെ കളിച്ചിട്ടാണ് ഈ ഷോയിൽ നിന്ന് ഔട്ടായി പോയി. ജാസ്മിൻ ജാഫറൊക്കെ അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. കാരണം എന്തൊരു വൃത്തികെട്ട തരം കളിയാണ് അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ഷോ കാണുമ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോ? ഇതിലെ മത്സരാർത്ഥികൾക്ക് എന്ത് മാന്യതയാണുള്ളതെന്ന് വരെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങള്. ഈ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഈ നാടിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാം പടുമരവാഴകൾ തന്നെയാണ്. കാട്ടിലുള്ള കൂതറകളെ കാണണമെങ്കിൽ വേറെ ഒന്നും ഇനി പോവേണ്ട, ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. അതാണ് ഇപ്പൊ അവസ്ഥ. ഇതിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കളിക്കുന്നത് ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ലേഡിയാണ്. അപ്പൊ നമ്മൾ റോക്കിയുടെ കാര്യം പറയാനാണ് വന്നത്. അപ്പൊ റോക്കിയെ പ്രകോപിപ്പിക്കാൻ സിജോ പരമാവധി ശ്രമിച്ചു. പക്ഷെ റോക്കി അവിടെ നിലമറന്ന് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. കാരണം കുറച്ചൊക്കെ നമ്മളൊരു ഷോയിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ള ഒരു ഉള്ളിലൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അവിടെ സംയമനം പാലിക്കും. പക്ഷെ ഈ പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും പല അവസരങ്ങളിലും സ്വയം പ്രകോപിതനായിട്ട് നടക്കുന്ന ഒരു രീതിയാണ്, മറ്റുള്ളവർക്കിടെ മിക്കിട്ട് കയറി നടക്കുന്ന ഒരു രീതി എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്നേ വരെയുള്ള റോക്കിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റോക്കി എന്ന് പറയുന്നത് പെട്ടെന്നൊരു എടുത്തു ചാടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വയലന്റ് ആവുന്ന സ്വഭാവമുള്ള ഒരാളാണെന്ന് അറിയാം. പക്ഷെ ഞാനൊരു ഷോയിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ള ബോധം അയാൾക്ക് ആ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ അയാള് സ്വയം മറന്നുകൊണ്ട് അവിടെ സിജോന്റെ മുഖത്ത് അടിക്കുകയല്ല ഇടിക്കുകയാണ് ഉണ്ടായത്. സിജോൻ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയേക്കണു, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. പല്ലെന്തോ ഇളകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ സിജോനെയും ഈ ഒരു കാരണത്തിന്റെ പേരിൽ തിരിച്ചയക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും റോക്കിയെ അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കി. സിജോയുടെ മുഖത്ത് ഇടിച്ചതിന്റെ ഒരു കുറ്റബോധം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, റോക്കി പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുകയുണ്ടായി. സ്വയം മുഖത്തടിച്ച് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ. പെട്ടെന്ന് ഇങ്ങനെ കുറ്റബോധം തോന്നുന്ന ആൾക്കാരൊക്കെ ഇതിനൊക്കെ പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇത്രയും വർഷത്തെ 6 വർഷമായിട്ട് റോക്കി ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 6 വർഷത്തെ പ്രയത്നം ഒറ്റ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനുണ്ടായത്. കാരണം റോക്കി മര്യാദയ്ക്ക് അവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നാൾ അവിടെ തുടരാമായിരുന്നു. പക്ഷെ റോക്കി പെട്ടെന്ന് പ്രകോപിതനായി, സ്വയം മറന്ന് പ്രവർത്തിച്ചു. സ്വയം നിലം മറന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതാണ് അവിടെ ഉണ്ടായത്. മറ്റൊരു കണ്ടസ്റ്റന്റിനെ മർദ്ദിക്കുക എന്നുള്ള ഒരു കാര്യം ആ ഷോയില് അനുവദനീയമല്ല. അതുകൊണ്ട് റോക്കിയെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ റോക്കി സ്വയം പശ്ചാത്തപിച്ച് കരയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. അത് ഒരു നിമിഷം മുമ്പ് ആയിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ പക്ഷെ റോക്കിക്ക് ഇന്നും അവിടെ തുടരാമായിരുന്നു, ആ ഷോയില്
കളിക്കാമായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ഒരു നിമിഷ നേരത്തേക്ക് അയാൾ സ്വയം നിലമറന്ന് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്. കാരണം നമ്മള് റോക്കിയെ പോലെ അല്ലെങ്കിൽ ജാസ്മിൻ ജാഫറിനെ പോലെയൊക്കെ മുൻവിധിയോടുകൂടി ഇങ്ങനെ ഞങ്ങൾ കളിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് കളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഔട്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ റോക്കിയെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം ഷോയില് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിവിധ സ്വഭാവമുള്ള ആളുകളുടെ കൂടെ, ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ ഇങ്ങനെ ഒരു ഷോയിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോ കുറച്ചൊക്കെ ഒരു ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, റോക്കിക്ക് ഇത് നല്ലൊരു ഗുണപാഠമായിരിക്കും. കാരണം റോക്കിയുടെ പെട്ടെന്നുള്ള ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇത്തരം ഒരു വലിയൊരു ഷോയിൽ നിന്ന് റോക്കി പെട്ടെന്ന് ഔട്ടാക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം റോക്കിക്ക് മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം അയാൾ ഇനി വരുന്ന കാര്യങ്ങളിലെങ്കിലും എന്തായാലും നോക്കിയും കണ്ടും ആയിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് ഒരു കാര്യത്തിനും ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ ചിലപ്പോൾ നിൽക്കില്ല. അപ്പൊ ഒരു മത്സരാർത്ഥിയെ അടിക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യം ആ ഷോയിൽ അനുവദിക്കാത്ത ഒരു കാര്യമാണ്. അതുവരെ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ മരവാഴ കണ്ടസ്റ്റന്റുകൾ കളിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അത് മാത്രമല്ല, എനിക്ക് വേറൊരു സംശയമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഇപ്പൊ സീസൺ 6 വരെ ആയില്ല. അപ്പൊ ഇതിൽ ഓരോ മത്സരാർത്ഥികളും ഓരോ തവണയും പുറത്താക്കപ്പെടുമ്പോഴും ഇവര് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആ ഒരു നിമിഷം ഇവർക്ക് ഇവിടെ തോറ്റിട്ട് വരുന്നതാണ്. എങ്കിൽ പോലും ഇവർക്ക് ഇവിടെ വൻ സ്വീകരണമാണ് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം അവരെ പൂമാല ഇടിക്കുന്നു, ബൊക്ക കൊടുക്കുന്നു, സ്വീകരിച്ച് ആനയിക്കുന്നു. എന്തിനാണ് ഇത്തരം ബിഗ് ബോസ് മരവാഴകളെ ഇത്രയും വലിയ സ്വീകരണം കൊടുക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. കാരണം അപ്പൊ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ലേഡി കളിക്കുന്ന വൃത്തികെട്ട കളികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ സ്ഥിരം കാണുന്ന ആളൊന്നുമല്ല, എന്നാലും ഇടയ്ക്ക് 1-2 ക്ലിപ്പുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പം കാണുന്നതാണ്. അപ്പൊ ഇത്തരം വൃത്തികെട്ട് കൂട്ടുപിടിച്ച് ഗ്രൂപ്പിസം ഉണ്ടാക്കി കളിക്കുന്ന ഇത്തരം മരവാഴകളെ തന്നെയാണല്ലോ ബിഗ് ബോസ് തെരഞ്ഞെടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ബിഗ് ബോസിനോട് തന്നെ പുച്ഛം തോന്നുന്നത്. അവരവിടെ രണ്ടുപേരും കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, പല പല കോപ്രായങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ വീട്ടിലുള്ളവർ കാണുന്നു, നാട്ടിലുള്ളവർ കാണുന്നു. അപ്പൊ ബാപ്പാക്ക് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഫോൺ ചെല്ലുന്നു. എന്തായാലും ബാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല. ജാസ്മിൻ ജാഫറിന്റെ ആ ഒരു വഴിവിട്ടുള്ള ആ ഗ്രൂപ്പിസം കളിയൊക്കെ കണ്ടപ്പോ വീട്ടിൽ നിന്ന് താക്കീത് കൊടുത്തതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജാസ്മിൻ ജാഫറിനെ പോലുള്ള ഒരു ലേഡി ഇങ്ങനെ ചെയ്യുമ്പോ പിന്നെ റോക്കിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. റോക്കി മസിൽമാനെ പോലെ ചെറിയ കുരുട്ടടക്കേട് അത്ര ഉള്ളൂ. എന്നാലും പുള്ളിക്കാരൻ വലിയ എന്തോ ആണെന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരന്റെ നടപ്പ്. അപ്പൊ ജാസ്മിൻ ജാഫറിനെ പോലുള്ള ഒരു ലേഡിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ പിന്നെ റോക്കിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. എല്ലാ സീസണിലേക്കായും മോശമായിട്ടുള്ള ഒരു സീസണാണ് ഈ സീസൺ 6 എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു കളി ഒന്നും കണ്ടിട്ടില്ല. ഇത് അല്പം കൂടുതലാണ്. കാരണം ഇവര് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മെക്കിട്ട് കയറുന്നു, തമ്മിൽ തല്ലുന്നു. ഫസ്റ്റ് ഡേ തുടങ്ങി ഇത് തന്നെയാണ് അവിടെ പരിപാടി. അപ്പൊ ഇത്തരം വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരുകളെ തന്നെയാണ് ഇത്തരം ഷോകളിൽ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇത്തരം ആൾക്കാരെ തന്നെയാണ് ബിഗ് ബോസിന് ആവശ്യം. ഇതുവരെ നടന്നിട്ടുള്ള ഷോയിൽ നിന്ന് ഈ ഒരു ഷോ വ്യത്യസ്തമാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കയറിയപ്പം മുതൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയാണ്. ഇതിനു മുമ്പും റോക്കി എന്തൊക്കെയോ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് പ്രകോപിതരാവുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു 10-20 ആൾക്കാർക്കിടെ കൂട്ടത്തിൽ കൊന്നിട്ടിട്ട് ഒരു ഷോ നടത്തുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ബിഗ് ബോസ് ഷോയിൽ ഇത്തരം സ്വഭാവമുള്ള ആൾക്കാരെ എന്തിനു പങ്കെടുപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഷോയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഈ ഷോ നടത്തുന്നത് തന്നെ. അപ്പൊ ഷോയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഷോയിലേക്ക് എന്ത് തന്നെയായാലും ഷോയുടെ റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഇങ്ങനെ പ്രകോപിതരാവുന്ന പടുമരവാഴകളെ തന്നെയാണ് ഈ ഷോയ്ക്ക് ആവശ്യം. പക്ഷെ ഇത് എല്ലാ ഷോകളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 5 സീസണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ 6ാമത്തെ സീസൺ കുറച്ചുകൂടി കടന്ന രീതിയിൽ ചിന്തിക്കുന്ന പ്രകോപിതരായിട്ടുള്ള മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് ഈ ഷോയ്ക്കുള്ളത്. റോക്കി സിജോനെ അടിച്ചു. അതിന്റെ ഇടയിൽ റോക്കി കരഞ്ഞു. കുറ്റബോധം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, കരഞ്ഞു. റോക്കിനെ ഷോന്ന് പുറത്താക്കി. പിന്നീട് എയർപോർട്ടിൽ വന്നപ്പോ തുടങ്ങി ഗീർവാണം.
ഇയാൾക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു, ഇയാള് തന്നെയല്ലേ അവിടെ ഇരുന്ന് പട്ടി മോങ്ങണ പോലെ കരഞ്ഞത് എന്ന് ആലോചിക്കുമ്പം നാണക്കേട് തോന്നുക. ഈ ബിഗ് ബോസ് താരങ്ങളുടെ മൊത്തത്തിലുള്ള കണക്കെടുത്തിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി വെച്ചിട്ട് ഈ ഷോയിൽ നിന്ന് ഇവര് പിന്നീട് പുറത്തു വന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി വെച്ച് നോക്കുമ്പം നാണക്കേട് തന്നെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഷോയിൽ നിന്ന് പുറത്തായ വിഷമാണോ ഇനി സിജോനെ അടിച്ച വിഷമാണോ എന്താണെന്നറിയില്ല. അസിറോയ്ക്ക് അവിടെ ഇരുന്ന് സ്വയം മുഖത്തടിച്ച് പൊട്ടിക്കറിയുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അപ്പൊ അസിറോക്കിനോടാണ് പറയാനുള്ളത്, ഇത്രയും ഗീർവാണോ ഒന്നും ഷോ കഴിഞ്ഞ് വന്ന് കരച്ചിലും വീഴ്ചിലും കഴിഞ്ഞ് അടിയും കഴിഞ്ഞ് ഇവിടെ വന്ന് നീ ഗീർവാണ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നടന്നത് എല്ലാവരും കണ്ടതാണ്. ആ ഒരു ചമ്മല് മറിക്കാനാണ് ഈ ഗീർവാണ അടിയെന്ന് എല്ലാവർക്കും അറിയാം. അവനെന്റെ താടിക്ക് പിടിച്ചത് കൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത് എന്ന് നീ കരഞ്ഞു പറയുന്ന ആ ഒരു രംഗം വന്നപ്പോ തന്നെ നീ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പിന്നെ വലിയ ഗീർവാണോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല, കാരണം ജനങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് അസീറോക്കി എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇത് മറയ്ക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇനി പറയും. എന്തായാലും ഈ ഒരു അസീറോക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം ഒരാൾക്കുടെ സ്വഭാവം ഇങ്ങനെ പെട്ടെന്ന് വയലന്റ് ആവാൻ പാടില്ല. അതുപോലുള്ള ഷോകളിലൊക്കെ പോകുമ്പോൾ എങ്കിലും അതൊക്കെ നോക്കിയും കണ്ടും നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.